ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഉർവശി ചേച്ചിയെ പൊതുസമൂഹം വിലയിരുത്തി. ഇന്നത്തെ നടിമാരെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രയോഗം ചെയ്യുന്നത് ഉർവശി ചേച്ചിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയാണ്. ഉർവശിയോളം ഒരു നടി മലയാളം കണ്ടിട്ടില്ല. അതൊരു വസ്തുത തന്നെയാണ്. എല്ലാത്തരം വേഷങ്ങളും അവർ ചെയ്യും. ഇപ്പോൾ എൻ്റെ 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹ്യൂമറാണെങ്കിൽ ഹ്യൂമർ, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ഉള്ളൊഴുക്ക് കണ്ടില്ലേ? ഉള്ളൊഴുക്കിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് അയ്യറിൻ അറേബ്യ. അങ്ങനെ പിന്നെ ഉർവശി എന്ന നടി ഒരു ലേഡി മോഹൻലാലാണ് എന്ന് ഞാൻ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗിഫ്റ്റഡാണ്, നാച്ചുറൽ ആക്ട്രസ്സാണ്. അത് തമിഴ് പടമാണെങ്കിലും തെലുങ്ക് പടമാണെങ്കിലും മലയാളമാണെങ്കിലും ഇനിയിപ്പോൾ നാളെ ഒരു ഹോളിവുഡ് സിനിമയിൽ പോയിട്ട് ഈ ഒരു ക്യാരക്ടർ അവരുടെ കൊടുത്താൽ ഭദ്രമായിരിക്കും. അവരുടേതായ രീതിയിൽ അത് സൂര്യയുടെ കൂടെയൊക്കെ നിങ്ങൾ ഏത് സിനിമ എടുത്തു നോക്കും. കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമലഹാസന് ഭയം പുറത്ത് നിൽക്കുന്ന ഉർവശിയാണെങ്കിലാണെന്നാണ്. വേറൊരു നായിക നടിയും അദ്ദേഹത്തിന് ഭയമില്ല അഭിനയിക്കുമ്പോൾ. ഉർവശി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഞാൻ അയ്യറിൻ അറേബ്യയിൽ ഞങ്ങളൊരു സീനിൽ അഭിനയിച്ചു. ഞാനും മുകേഷ് ചേട്ടനും, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മുകേഷ് ചേട്ടനും ഞാനും ഉർവശിയും ധ്യാനും കൂടി ഒരു സീൻ, അത് ഞാനും ഉർവശിയും കൂടി ക്രിയേറ്റ് ചെയ്തെടുത്ത. ഞാൻ വേറെ ആർട്ടിസ്റ്റ്, ഞാൻ സത്യം പറയാൻ രഞ്ജി പണിക്കരേട്ടനെ ഗസ്റ്റായിട്ട് വിളിക്കാം എന്നുള്ളതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഉർവശി ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആരും വേണ്ട, താൻ തന്നെ ചെയ്താൽ മതി, നിഷാദനൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാര്യം നമുക്കത് ഗിവ് ആൻഡ് ടേക്ക് ഒരിതുണ്ടല്ലോ.